ജോസ്, ശ്യാം പറഞ്ഞ പോയിന്റ്സ് അങ്ങ് സശ്രദ്ധം കേട്ടു എന്ന് കരുതുന്നു. അപ്പൊ കേവലം ഏതാനും കടലാസുകൾ ക്ലീൻ ആക്കിയതുകൊണ്ട് കഴിയുന്നില്ല. വായ്പ കൊടുത്തത് എന്തിന്, അത് തിരിച്ചടച്ചത് എങ്ങനെ? ചോദ്യം നമ്പർ 1. 2, എത്ര ഇടപാട് നടന്നു എന്നുള്ള രേഖകളും വിവരങ്ങളും ഇനിയേ പുറത്തു വരികയുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ടത് ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ മാത്രമാണ്. 3, അങ്ങ് പറയാൻ തുടങ്ങിയിരുന്നൊരു കാര്യമുണ്ട്, UAE-യിലെ ഒരു അക്കൗണ്ടിലേക്കാണ് കുറെ പണം പോയിട്ടുള്ളതെന്ന്. ഇപ്പൊ ശ്യാം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ UAE-യിൽ അവസാനം എന്ന് മാത്രമല്ല, ആ ബാങ്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുകയും അതിനെ അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി ഇടപെട്ട് തടയുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് UAE-യിലേക്കും പിന്നെ അമേരിക്കയിലേക്കും പിന്നെ കാനഡയിലേക്കും ഒക്കെ പോകുന്ന ഇവിടുത്തെ കുട്ടിസഖാക്കൾ തടിച്ചുകൂടി കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ഈ വിഷയത്തെ ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചു എന്നതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ ഇതിനെ രാജ്യാന്തര തലത്തിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണത്തിന്റെ പോക്ക് ഇനി എങ്ങോട്ടേക്കായിരിക്കും? നമുക്കൊരു 3 മിനിറ്റേ ഉള്ളൂ. തീർച്ചയായും ഈ അന്വേഷണത്തിൻ്റെ പോക്ക് സാങ്കേതികമായി പരിശോധിക്കുമ്പോൾ ഒരു പ്രാഥമികമായി നമുക്ക് തോന്നുന്നത് ഇത് വളരെയധികം അക്കൗണ്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കുറ്റകൃത്യങ്ങളുടെയും അന്തരാളങ്ങളിലേക്ക് പോകുന്നൊരു സ്വഭാവമുള്ള ഒരു രീതിയായതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയുക സാധ്യമല്ല. എങ്കിലും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്യാം പറഞ്ഞ ഒരു വായ്പ നൽകിയ ഒരു സ്ഥാപനമുണ്ട്, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഈ ഫിനാൻഷ്യൽ കമ്പനിയുടെ നോൺ ബാങ്കിങ് ആയാലും ബാങ്കിങ് ആയാലും അതിൻ്റെ നിയന്ത്രണം RBIയുടെ കീഴിലാണ്. RBI ഈ വിഷയത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിലെ ഒരു ഈ 134-1 ചിലപ്പോൾ ഈ RBI എന്തുകൊണ്ട് ചോദ്യം ഉന്നയിച്ചില്ല എന്ന ഉത്തരമായിരിക്കും കിട്ടുക. ഇത്തരത്തിൽ ഓരോന്ന് പരിശോധിച്ചാൽ RBI അതൊരു പ്രശ്നമാക്കിയിട്ടില്ല. മാത്രമല്ല SFIO ഇത്രയും അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം ഏത് ഏജൻസി, സാധാരണഗതിയിൽ SFIO ഉദ്ദേശിക്കുന്നത് ഏത് ഏജൻസിയാണ് ആ കാര്യം അന്വേഷിക്കേണ്ടത് എന്ന് കൃത്യമായി കണ്ടെത്തുക എന്നതാണ്. അതിൽ SFIO ഇക്കാര്യത്തിൽ കൃത്യമായൊരു അന്തിമമായി ഇന്ന ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞതായി ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന പ്രാഥമികമായി ഇതിൽ നടന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹവാല ഇടപാടുകളുടെ ഒരു വിഷയമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അവിടേക്ക് കടത്തിയ അതല്ലെങ്കിൽ ഈ ദുബായിലെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയത് അത് കൃത്യമായി RBIയുടെ കണക്കിലുണ്ടാവും, കൃത്യമായി ഈ പൈസ അങ്ങോട്ട് പോയതിൻ്റെ കണക്കുകളുണ്ടാവും. അപ്പോൾ RBI എവിടേക്ക് പണം മാറ്റി എന്നത് RBIക്ക് നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് അസാധ്യമാണ്. പ്രത്യേകിച്ചൊരു വിദേശ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് മറ്റൊരു കറൻസിയിൽ ആക്കി മാറുന്ന രീതിയിൽ പണം ട്രാൻസ്ഫർ ചെയ്തത് ഒരു തരത്തിലും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ട്രാൻസ്ഫേർഡായ ഈ എമൗണ്ട് അവിടെ നിന്ന് എവിടെ പോയി? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ SFIO അന്വേഷണം അവിടെ അവസാനിക്കും. ഈ EDയുടെ അന്വേഷണം അവസാനിക്കും. ഇതിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്യാവുന്നത്, സാധാരണഗതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പല ഓഡിറ്റർമാരോട് സംസാരിച്ചു. വളരെ മുതിർന്ന ഓഡിറ്ററൊക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഓഡിറ്ററോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തുക ഒരു പക്ഷേ അവിടെ ബ്ലാക്ക് എമൗണ്ടായി അവിടെ നിന്ന് ഏതെങ്കിലും പല ചാനലുകളുണ്ട്, നമുക്ക് പുറത്ത് പെട്ടെന്ന് പറയാൻ പറ്റാത്ത കേസാണ്, പറഞ്ഞു കഴിഞ്ഞാൽ കേസും വരും നമ്മുടെ നേരെ. അത്തരത്തിലുള്ള അങ്ങനെ വരും, അത് പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചാനലുകൾ വഴി ഈ തുക ഹവാലയായി ഇവിടെ എത്തിച്ച് പാർട്ടി അത് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ നിരീക്ഷണത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് തെളിയുകയാണെങ്കിൽ പിന്നെ കുറ്റകൃത്യം തെളിയുകയാണ്, ഹവാലയാണ്, കള്ളപ്പണ ഇടപാടാണ്, എല്ലാം കൃത്യമായി തെളിയുകയാണ്. ഇതാണ് ഒരു സാധ്യതയായി നിലനിൽക്കുന്നത് എന്നാണ് പ്രാഥമികമായി വളരെ മുതിർന്ന ചില ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ നിരീക്ഷിക്കുന്നത്. അതിനെ കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്. സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് PCRൽ നിന്നൊരു നിർദ്ദേശം വന്നിരിക്കും. എന്തായാലും ഐസനും ശ്യാമും ഗൗതവും പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമായി ഒതുങ്ങുന്നില്ല. 2, ഇത് ഒരു ഏജൻസിയുടെ അന്വേഷണത്തിൽ അവസാനിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ED ഇപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. SFIOയുടെ രേഖകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇടപാടുകൾ നടന്നു എന്നും ഇതിൽ എത്ര കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് ഇപ്പോൾ ഐസൻ ചൂണ്ടിക്കാട്ടിയ പോലെ മണി ട്രെയിലിലേക്ക് പോവുക എന്നുള്ളതാണ്. മണി ട്രെയിലിലേക്ക് പോകുമ്പോഴാണ് മറ്റേ ചോദ്യം ഉയരുന്നത്, എന്തിനു വേണ്ടി ക്വിറ്റ് പ്രോക്വോ, എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തു എന്നുള്ള ചോദ്യം ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുത്തുകൊണ്ട് കമ്പനിക്ക് നേട്ടമുണ്ടായി എന്നാണ് ശ്യാം പറയുന്നത് വെച്ച് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ EDയിൽ ഒതുങ്ങില്ല, CBIയിലേക്ക് കൂടി ഇത് പോകേണ്ടി വരില്ലേ? ഈ ഒരു കേസിന്റെ അന്വേഷണം വിശദാംശങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയോ വിഷയമോ ഇവിടെ അവസാനിക്കുന്നില്ല.